ഇത് ചെറിയൊരു മെസ്സേജ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേൾക്കുക. ഒരുപാട് ആൾക്കാർ നമ്മളെ നാടും വീടൊക്കെ വിട്ടിട്ട് വേറെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉള്ളിലൊക്കെ വേറെ പല ഐഡിയകളും പല സംഭവങ്ങളും ഉള്ള ആൾക്കാരുണ്ട്, കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു കാലത്തും അവരെ കഴിവ് പുറത്തെടുക്കാൻ സാധിക്കാറില്ല. അവർ വിചാരിക്കുന്നത് നിർത്തി പോയിട്ട് നാട്ടിൽ പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത് ആ രാജ്യത്ത് തന്നെ നിന്നിട്ട് നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹം എന്തെങ്കിലും നിർമ്മിക്കാനും അതുപോലെ എന്തെങ്കിലും വേറെ വ്യത്യസ്തപര രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഏത് രാജ്യത്താണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടൊക്കെ നമ്മളെ കഴിവ് നമുക്ക് തെളിയിക്കാനും അതേപോലെ നമ്മളെ ആഗ്രഹം സാധിക്കാനും നമ്മൾ ശരിക്കും പ്രയത്നിക്കുക. ചില ആൾക്കാർക്ക് പാട്ട് പാടാൻ അറിയും, ചില ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാൻ അറിയും, ചില ആൾക്കാർക്ക് മീൻ പിടിക്കാൻ അറിയും. പല കഴിവുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പ്രവാസികളായിട്ട് ഇപ്പോൾ പല ആൾക്കാരും പല കഴിവുകളും ഉള്ളിലൊതുക്കിയിട്ടാണ് ജീവിക്കുന്നത്. ചെറുപ്പം മുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, ട്രൈ ചെയ്യലുണ്ട്. അപ്പോൾ ഇതെൻ്റെ ബെഡ് സ്പേസിൽ ഇരുന്നിട്ട് ഞാൻ ഫ്രീ ടൈമിൽ ഉണ്ടാക്കിയെടുത്ത സംഭവമായിട്ടത്. ഇതിൻ്റെ സ്റ്റെയറിംഗ് വീലും അതേപോലെ സീറ്റും ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും ഓരോ ഫ്രീ ടൈമിലും കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംഭവമാണ്. ഒരുപാട് കെട്ടുകളുണ്ട്, ഓരോ കെട്ടിനും ഓരോ കഥ പറയാനുണ്ടാവും. 3 കിലോ കമ്പിയോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 15 വർഷത്തിൻ്റെ മേലെ കേട്ടോ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇനി നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടം സ്വർഗം എന്നുള്ള രീതിയിലാട്ടോ നമ്മളെ ജീവിതം. ഒരു ജീപ്പായിട്ടാണ് ഞാൻ നിർമ്മിച്ചത്. അപ്പോൾ അത് ജീപ്പായി എന്ന് മനസ്സിലായ ആൾക്കാരൊക്കെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യട്ടോ.